ഏവർക്കും സിനിമാ വാർത്തകളിലേക്ക് സ്വാഗതം. ലാലേട്ടൻ്റെ ദൃശ്യം 3 സിനിമ അങ്ങനെ സിനിമയുടെ 25ാം ദിനമായ 4ാം ചൊവ്വാഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ നോക്കുമ്പോൾ ഇന്ന് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന മികച്ച കളക്ഷൻ തന്നെയാണ്. സിനിമയുടെ ഇന്നത്തെ കളക്ഷനിലേക്ക് കടക്കുമ്പോൾ ഇന്ന് സിനിമയ്ക്ക് 8,50,000 രൂപയോളമാണ് ഇന്ന് കളക്ഷനായി വന്നിരിക്കുന്നത്. അപ്പോൾ സിനിമ ഇന്ന് കേരളത്തിൽ നിന്നും 15 ലക്ഷത്തിന് മുകളിൽ 20 ലക്ഷത്തിനടുത്ത് സിനിമ കളക്ഷൻ നേടിയെടുക്കുന്നത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. സിനിമയുടെ ഇതുവരെയുള്ള കേരള കളക്ഷനിലേക്ക് കടക്കുമ്പോൾ സിനിമയുടെ ഇന്നത്തെ കളക്ഷനോട് കൂടി സിനിമയ്ക്ക് ഇന്നലെ ലഭിച്ചത് പ്രീസെയിൽ കളക്ഷന് ലഭിച്ചത് 10 ലക്ഷം രൂപയോളമാണ്. അങ്ങനെ സിനിമ ടോട്ടൽ റീസെയിൽ കളക്ഷൻ ഏറിയത് 20 ലക്ഷം രൂപയ്ക്ക് അടുത്താണ്. അങ്ങനെ സിനിമയുടെ ആകെ കേരള കളക്ഷൻ 89,50,00,000 രൂപയോളം കടന്നിരിക്കുകയാണ്. സിനിമയുടെ ഇന്നലെ വരെ 26 ദിവസങ്ങളുടെ വേൾഡ് കേരള കളക്ഷൻ 89,50,00,000 കടക്കുകയാണ്. സിനിമയുടെ ഇന്നത്തെ കേരള കളക്ഷനോട് കൂടി 90 കോടിക്കടുത്ത് കളക്ഷൻ എത്തുന്നതായിരിക്കും. സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ 90 കോടിക്ക് അടുത്തതായിരിക്കും. സിനിമയുടെ ഇതൊരു വേൾഡ് വൈഡ് കളക്ഷൻ എടുക്കുമ്പോൾ ഇന്നലെ വരെയുള്ള സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 246 കോടി രൂപയോളമാണ്. സിനിമയുടെ ഇന്നത്തെ വേൾഡ് വൈഡ് കളക്ഷനോട് കൂടി 246,50,00,000 രൂപയോളം കടക്കുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. സിനിമയുടെ കളക്ഷൻ നല്ല രീതിയിൽ ഇടിവ് വന്നിട്ടുണ്ട്. കാരണം സിനിമയുടെ OTT റിലീസ് ഇപ്പോൾ പ്രഖ്യാപിച്ചല്ലോ. സിനിമയുടെ OTT റിലീസ് ജൂൺ 18 എന്തായാലും ഇറങ്ങും. നമ്മൾ ഒഫീഷ്യലായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ ചാനൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ സിനിമയുടെ OTT റിലീസ് ജൂൺ 18 വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സിനിമയുടെ കളക്ഷൻ നല്ല രീതിയിൽ ഇടിവ് വന്നിട്ടുണ്ട്. സിനിമയുടെ OTT റിലീസ് വരുന്നത് കൊണ്ട് തന്നെ സിനിമയുടെ കളക്ഷനിൽ ഇപ്പോൾ സിനിമ ഇനി വെറും 2 ദിവസം മാത്രമേ റൺ ചെയ്യുകയുള്ളൂ. കാരണം ജൂൺ 18 തീയതിയാണ്, ഇന്ന് 15 തീയതിയാണ്. അപ്പോൾ 2 ദിവസം കൂടി സിനിമയുടെ റണ്ണിങ് ഉണ്ടാവുള്ളൂ. ഈ 2 ദിവസങ്ങൾ മാത്രമേ സിനിമയ്ക്ക് ഒരു മികച്ച കളക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്തായാലും സിനിമ കേരള കളക്ഷൻ 90 കോടി കടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ 2 ദിവസം കൊണ്ട് തന്നെ സിനിമ ഒരു 20-40 ലക്ഷം രൂപയോളം എടുത്ത സിനിമ തീർച്ചയായും 90 കോടിക്കടുത്ത് 90 കോടിയോളം രൂപ കേരള കളക്ഷൻ നേടിയെടുക്കും. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 250 കോടി കടക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് അത്ര ഉറപ്പുള്ള കാര്യമില്ല. കാരണം വെറും 2 ദിവസം മാത്രമേ നമുക്ക് ഇത് കാരണം OTT ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അധികം കളക്ഷൻ ഉണ്ടാവില്ല. നമുക്കറിയാലോ, സ്വാഭാവികമായിട്ട് കളക്ഷൻ നല്ല രീതിയിൽ ഇടിവുണ്ടാവും. കാരണം OTT ഇറങ്ങി കാരണം ഏത് സിനിമയായാലും ആളുകൾ പിന്നെ OTT കാണാൻ നമുക്ക് നോക്കുള്ളൂ. അങ്ങനെ തിയേറ്ററിൽ പോയി കാണാൻ നോക്കില്ല. അപ്പോൾ എന്തായാലും സിനിമ 250 കോടി അടിക്കുന്ന കാര്യത്തിൽ ഭയങ്കര സംശയമാണ്. നമ്മൾ അടിക്കൂല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സിനിമ OTT ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുപോലുള്ള സിനിമാ വാർത്തകൾ അറിയാൻ വേണ്ടി ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.